2026 ജനുവരി 1 മുതൽ മാർച്ച് 31 വരെ ഭരണി നക്ഷത്രക്കാർക്ക് ഗുണദോഷ ഫലങ്ങൾ എപ്രകാരമായിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. 27 നക്ഷത്രങ്ങളിൽ രണ്ടാമത്തെ നക്ഷത്രമായ ഭരണി നക്ഷത്രം മേടക്കൂറിലാണ്. ശുക്രദശയിലാണ് ഇവർ ജനിക്കുന്നത്. ദീർഘനാൾ ഒരു രാശിയിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട 4 ഗ്രഹങ്ങളുടെ അവസ്ഥ നോക്കിയിട്ടാണ് ഗോചരഫലം പ്രധാനമായും കണക്കാക്കുന്നത്. 4 ഗ്രഹങ്ങളിൽ 3 ഗ്രഹങ്ങളും ഇവർക്ക് ദോഷസ്ഥാനത്താണ് ഈ വർഷാരംഭത്തിൽ ഉള്ളത്. ഇപ്പോൾ വ്യാഴം 3-ലും ജൂൺ 2 മുതൽ വ്യാഴം 4-ലേക്കും ശനി 12-ലും രാഹു 11-ലും കേതു 5-ലുമാണ് ഉള്ളത്. 3-ലുള്ള വ്യാഴം അത്ര ഗുണകരമല്ല. എന്നാൽ ജൂൺ 2 മുതൽ 4-ലേക്ക് വ്യാഴം ഗോചരവശാൽ മാറുന്നതോടെ ഇവർക്ക് ഗുണഫലങ്ങൾ കൂടുതൽ കിട്ടുന്നതാണ്. ഇപ്പോൾ പല വിധത്തിലുള്ള ദുരിതങ്ങളും പ്രയാസങ്ങളും ഇവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. കാരണം 7.5 ശനിയുടെ ഒരു കാലമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 7 ശനി ഇവർക്ക് പല വിധത്തിലുള്ള ദോഷഫലങ്ങളും ആണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. തൊഴിൽ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ട്, കർമ്മപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അംഗീകാരമില്ലായ്മ എന്നിവയൊക്കെ ഇവർ ചിലപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിരിക്കും. ഉദ്യോഗത്തിൽ ഇവർ പല വിധത്തിലുള്ള വിഷമതകൾ അനുഭവിക്കുന്നതായിരിക്കും. സാമ്പത്തികമായി നഷ്ടം എന്നിവയൊക്കെ അനുഭവിക്കുന്ന ഒരു കാലമാണ് 7 ശനി. ഇവരിൽ പലർക്കും പല വിധത്തിലുള്ള കാര്യതടസ്സങ്ങൾ ഇവർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമായിരിക്കാം. ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഈ വർഷം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ വർഷത്തിൻ്റെ 2ാം പാതിയിലാണ് മാറ്റത്തിന് പ്രധാനമായിട്ടും സാധ്യതയുള്ളത്. ഇവർക്ക് പ്രധാനമായും സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാകുവാനും കർമ്മ പുരോഗതി ഉണ്ടാകുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. 12 ശനിയുടെ ഗോചരം ദോഷഫലങ്ങൾ വരുത്തിയേക്കാം. പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജൂൺ മാസം വരെ പുതിയ സംരംഭം തുടങ്ങാതിരിക്കുന്നതാണ് ഗുണകരം. ജൂണിന് ശേഷം പുതിയ സംരംഭം ആരംഭിക്കുകയാണെങ്കിൽ നേട്ടം ഉണ്ടാവുന്നതും ഗുണഫലങ്ങൾ ഉണ്ടാവുന്നതും സാധ്യത കൂടുതലാണ്. പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുവാൻ സാധ്യതയുള്ള വർഷമാണ് 2026 എന്ന് തന്നെ പറയാം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു സമയമാണ് ഈ വർഷം. വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട കോഴ്സുകളിൽ ചേരുവാനുള്ള ഒരു അവസരവും ഈ വർഷം ഇവർക്ക് വന്നു ചേരുന്നതാണ്. ധനാഗമനം ഉണ്ടാവുന്നതും അപ്രതീക്ഷിതമായിട്ട് ധനനേട്ടം ഉണ്ടാവുന്നതും സാമ്പത്തികമായിട്ട് പുരോഗതി ഉണ്ടാവുന്നതും ഒക്കെയാണ്. ധനനഷ്ടം ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. സാമ്പത്തികമായി ബാധ്യത വരുത്തി വെക്കാതിരിക്കുക എന്നത് പ്രധാന കാര്യമാണ്. എന്നിരുന്നാലും ജൂൺ 2 മുതൽ ഇവർക്ക് സാമ്പത്തികമായിട്ട് പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ്. അതേസമയം തന്നെ പണം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷ്മത പുലർത്തേണ്ടതും ഉണ്ട്. ആരോഗ്യകരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാവുന്നതാണ്. ആ സമയത്തുള്ള യാത്രകൾ ഇവർ ഒഴിവാക്കേണ്ടതാണ്. വാഹനാപകടം ഉണ്ടാകാതെയും അപമാനം ഉണ്ടാകാതെയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീട്, വസ്തു, വാഹനം എന്നിവ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവ നടന്നു കിട്ടുന്നതാണ്. വസ്തു വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ലാഭം ഉണ്ടാവുന്നതും അവ നടന്നു കിട്ടുന്നതും ഒക്കെയാണ്. കർമ്മരംഗത്ത് ഉണ്ടാകുന്ന പുരോഗതി ഇവർക്ക് ഗുണം ഉണ്ടാക്കുന്നതാണ്. വായ്പ ലഭിക്കുവാനും ഉള്ള വായ്പ തീർന്നു കിട്ടുവാനും അല്ലെങ്കിൽ തീർത്ത് അടച്ച് വരുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യതയുണ്ട്. ആഭരണ നേട്ടം ഉണ്ടാവുന്നതാണ്. ആഭരണങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടുന്നതാണ്. സഹോദരന്മാരെ കൊണ്ട് വിരോധം ഉള്ളവർക്ക് അവ മാറിക്കിട്ടുന്നതും സഹോദരന്മാരുമായിട്ട് രമ്യതയിൽ വന്നു ചേരുന്നതുമൊക്കെയാണ്. വിവാഹാലോചനകൾ വന്നു ചേരുന്നതും വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകുന്നതും വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. രാഹു 11-ൽ ആയത് ഇഷ്ടഭാവത്തിൽ രാഹു വരുന്നത് ഇവർക്ക് ഗുണകരമായ പല കാര്യങ്ങളും എത്തിച്ചേരുവാനും സാധ്യതയുണ്ട്. മാതാവിൽ നിന്നും നേട്ടം ഉണ്ടാവുന്നത്
മാതൃസ്ഥാനത്തുള്ളവരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഉണ്ടാവുന്നതും കുടുംബത്തിൽ ഗുണകരമായ ഒരു അവസ്ഥ വന്നു ചേരുന്നതും സുഹൃത്ത് ബന്ധം കൂടുതൽ ഊഷ്മളമാവാനും ഒക്കെ സാധ്യത ഉണ്ട്. പണം ചിലവഴിക്കുമ്പോഴും പണപരമായ കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും മറ്റാരെയും ഏൽപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുന്നതിനും ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുന്നതിനുമായി ക്ഷേത്ര ദർശനം നടത്തുന്നതും ഈശ്വരാരാധന നടത്തുന്നതും ഗുണകരമായിരിക്കും. ശിവക്ഷേത്ര ദർശനവും വിഷ്ണു ക്ഷേത്ര ദർശനവും നടത്തുക. വിഷ്ണു ക്ഷേത്രത്തിൽ മഞ്ഞപ്പട്ട് സമർപ്പിക്കുക. ഹനുമാന്, ശനി, ബുധൻ എന്നീ ദിവസങ്ങളിൽ വെറ്റിലമാല, കുങ്കുമാർച്ചന എന്നിവ നടത്തുന്നതും ശനിയാഴ്ച ദിവസം ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ശാസ്താവിന് നീരാഞ്ജനം, എള്ളുപായസം, എള്ളുതിരി കത്തിക്കുകയും ഒക്കെ ചെയ്താൽ ഇവർക്ക് ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുകയും ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുകയും ചെയ്യുന്നതാണ്.